പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ ദിവസം, ഈ വിശുദ്ധ പകലിൽ ദൈവമക്കളോട് ചേർന്ന് കർത്താവിനെ സ്തുതിപ്പാൻ കർത്താവ് ഒരുക്കുന്ന എല്ലാ അവസരങ്ങൾക്കായും കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. സന്തോഷമുള്ള ദൈവമക്കളെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. സ്ഥിരം നമ്മൾ പറയാറുള്ളതുപോലെ ക്യാമറ ഓൺ ചെയ്യാൻ കഴിയുന്നവരൊക്കെ ഈ മീറ്റിങ്ങിൽ ക്യാമറ ഓൺ ചെയ്ത് ഈ സന്ദേശം കേൾക്കാൻ ദൈവനാമത്തിൽ ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ ഒത്തിരി സഹോദരങ്ങൾ ക്യാമറ ഓൺ ചെയ്യാനുണ്ട്. വേഗത്തിൽ ക്യാമറകൾ ഓൺ ചെയ്യാം. നമ്മുടെ ഈ ദിവസങ്ങളിലൊക്കെ കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിപ്പാൻ കർത്താവ് നമുക്ക് അവസരം നൽകുന്നുവല്ലോ. അതോർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. വിശേഷിച്ച് ഞാനിപ്പോൾ ഒഹായോയിൽ കൊളംബസ് എന്ന സ്ഥലത്താണ് ആയിരിക്കുന്നത്. ഈ ദിവസങ്ങളിൽ നാക്കോഗിൻ്റെ കോൺഫറൻസിന് കടന്നു വന്ന് ശുശ്രൂഷിപ്പാനൊക്കെ കർത്താവ് അവസരങ്ങളെ ഒരുക്കി. നിങ്ങളൊക്കെ പ്രാർത്ഥിച്ചു എന്ന് എനിക്കറിയാം. എന്നും നിങ്ങളുടെ പ്രാർത്ഥന, നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് അനുഗ്രഹമാണ്. ഞാൻ എപ്പോഴും പറയും, ഞാൻ യാത്ര ചെയ്യുമ്പോഴൊക്കെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു ഗ്രൂപ്പ് എൻ്റെ പുറകിലുള്ളതാണ് എനിക്ക് അനുഗ്രഹം. പ്രാർത്ഥിച്ചായിരുന്നല്ലോ എല്ലാവരും അല്ലേ? സിസ്റ്ററെ പ്രാർത്ഥിച്ചല്ലോ അല്ലേ? നെൽസൺ ബ്രദറെ പ്രാർത്ഥിച്ചല്ലോ അല്ലേ? സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. സുജാനിയോട് പിന്നെ ചോദിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക മാത്രമല്ല, പലരെയും വിളിച്ചെഴുന്നേൽപ്പിച്ച് പ്രാർത്ഥിപ്പിക്കുകയും കൂടെ ചെയ്യും. സ്തോത്രം. എല്ലാവരെയും ഓർക്കുന്നു. എല്ലാവരും അനുഗ്രഹിക്കട്ടെ. സംഗീത സിസ്റ്റർ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ മീറ്റിങ്ങിൽ ഇപ്പോൾ 100ഓളം സഹോദരങ്ങൾ എത്തിയിട്ടുണ്ട്. നമ്മുടെ സഹോദരങ്ങളൊക്കെ ഞായറാഴ്ച ആയതുകൊണ്ട് ആളുകളുടെ എണ്ണം കുറഞ്ഞെന്ന് വരാം. എന്നാലും 100ഓളം പാർട്ടിസിപ്പൻസ് ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നല്ലോ. ആ കുടുംബങ്ങളെ ദൈവനാമത്തിൽ ഓർക്കുന്നു. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. വേഗത്തിൽ ക്യാമറകൾ വീണ്ടും ഓൺ ചെയ്യാനുള്ളവർ വേഗത്തിൽ ഓൺ ചെയ്യുക. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുകയും ആദരിക്കുകയും ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്ന വേദഭാഗം, ഒരു ഭാഗം ഞാനൊന്ന് പറഞ്ഞു തുടങ്ങിക്കോട്ടെ. നമ്മുടെ പ്രഭാത പ്രാർത്ഥനകളിൽ സമയത്തിൻ്റെ ചില പ്രതിസന്ധികൾ കൊണ്ട് എനിക്കെല്ലാ ദിവസവും ജോയിൻ ചെയ്യാൻ കഴിയുന്നില്ല. ഇപ്പം ഞാൻ അയക്കുന്ന സ്ഥലത്ത് രാത്രി 9 മണിയായി. സോ വൈകുന്നേരങ്ങളിൽ എല്ലാ ദിവസങ്ങളിലും മീറ്റിങ്ങുകളുണ്ട്. സോ ഈ സമയങ്ങളിൽ മീറ്റിംഗ് ടൈമിൽ കയറാൻ കഴിയാത്തത് കൊണ്ടാണ് നമ്മുടെ പ്രഭാത പ്രാർത്ഥനയ്ക്കകത്ത് ജോയിൻ ചെയ്യാൻ കഴിയാതെ പോകുന്നത്. എന്നാലും ഈ ദിവസങ്ങളിൽ സമയം കണ്ടെത്തി കയറണം എന്ന് ആഗ്രഹിക്കുന്നു. സ്തോത്രം. നമ്മൾ തുടർച്ചയായി യേശുക്രിസ്തുവിൻ്റെ അത്ഭുതങ്ങളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 26 അത്ഭുതങ്ങൾ നമ്മൾ പഠിച്ചു. 27ാമത്തെ അത്ഭുതം നമ്മൾ പഠിക്കാനായി തുടങ്ങുകയാണ്. 27ാമത്തെ അത്ഭുതം നമുക്ക് 1-2 വേദഭാഗങ്ങളൊന്ന് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 24 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ സുജയാൻ്റെ ശബ്ദമുയർത്തി നമുക്ക് വായിച്ചു തരും. മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം 24 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാട്ടെ. കവർഭൂമിയിലെത്തിയാറേ വിദ്രഹപണം വാങ്ങുന്നവർ പത്രോസിന്റെ അടുക്കൽ വന്നു. നിങ്ങളുടെ ഗുരു വിദ്രഹപണം കൊടുക്കുന്നില്ലയോ എന്ന് ചോദിച്ചിന് ഉവ്വ് എന്നവൻ പറഞ്ഞു. അവൻ വീട്ടിൽ വന്നപ്പോൾ യേശു അവനോട്, ശിമോനെ, നിനക്ക് എന്തു തോന്നുന്നു? ഭൂമിയിലെ രാജാക്കന്മാർ ചുങ്കമോ കരമോ ആരോട് വാങ്ങുന്നു? പുത്രന്മാരോടോ അന്യരോടോ എന്ന് മുന്നിട്ട് ചോദിച്ചതിന് അന്യരോട് എന്നവർ പറഞ്ഞു. യേശു അവനോട്, എന്നാൽ പുത്രന്മാർ ഒഴിവുള്ളവരല്ലോ. എങ്കിലും നാം അവർക്ക് ഇടർച്ച വരുത്താതിരിക്കേണ്ടതിന് നീ കടലിലേക്ക് ചെന്ന് ചൂണ്ടലിട്ട് ആദ്യം കിട്ടുന്ന മീനിനെ എടുക്കുക. അതിന്റെ വായ തുറക്കുമ്പോൾ ഒരു ചതുർപ്പണം കാണും. അതെടുത്ത് എനിക്കും നിനക്കും വേണ്ടി കൊടുക്ക എന്ന് പറഞ്ഞു. മതി. ശ്രദ്ധിക്കണേ. ആരംഭമായി 1-2 വാക്കുകൾ ഞാൻ ഇതിനെക്കുറിച്ചൊന്ന് പറയാം. മീനിൻ്റെ വായിലെ ചതുരമ്പണം. ശ്രദ്ധിക്കണേ. മത്തായിയുടെ സുവിശേഷത്തിൽ മാത്രം കാണുന്ന ഒരത്ഭുതം. This is the only gospel that records this miracle. മത്തായിയുടെ സുവിശേഷം മാത്രമേ ഈ അത്ഭുതത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളൂ. മറ്റുള്ള മിറക്കിൾസിനെ വെച്ച് നോക്കുമ്പോൾ, അത്ഭുതങ്ങളെ വെച്ച് നോക്കുമ്പോൾ, ഇത് അല്പം കൂടെ ആഴമായി വെളിപ്പെടുന്നൊരു സത്യം യേശുക്രിസ്തുവിന് തൻ്റെ സൃഷ്ടികളിലുള്ള
അസാധാരണമായ അധികാരത്തെ കാണിക്കുന്നു. അൺലൈക്ക് അതർ മിറക്കിൾസ് ദാറ്റ് ഇൻവോൾവ്സ് ഹീലിംഗ് ഓർ ഡെലിവറൻസസ്, ദിസ് മിറക്കിൾ ഡെമോൺസ്ട്രേറ്റ്സ് ജീസസ് സോവർണിറ്റി ഓർ ക്രിയേഷൻ ആൻഡ് ഹിസ് പ്രൊവിഷൻസ് ഫോർ ദോസ് ഹു ട്രസ്റ്റ് ഇൻ ഹിം. എന്ന് പറഞ്ഞാൽ തൻ്റെ സൃഷ്ടികളുടെ മേലുള്ള തൻ്റെ പരമാധികാരവും അപ്പോൾ തന്നെ അത് ഉപയോഗിച്ചുള്ള തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള കരുതലുകളുമാണ് ഈ അത്ഭുതത്തിൽ നമുക്ക് കാണാൻ കഴിയാൻ പറ്റുന്നത്. ഇതിനകത്ത് ഒന്ന് രണ്ട് ചിന്തകൾ ഞാനൊന്ന് പറയാം. ഇതിനെക്കുറിച്ചുള്ളൊരു തെറ്റിദ്ധാരണ ഞാൻ പലരും പ്രസംഗിക്കുന്നത് കേട്ടിട്ടുണ്ട്. ഒരിക്കൽ പത്രോസിന് ടാക്സ് അടയ്ക്കേണ്ട ഒരു ആവശ്യകത വന്നെന്നും, എന്നാൽ പത്രോസിൻ്റെ ടാക്സ് അടയ്ക്കാൻ പൈസ ഇല്ലാതെ വന്നപ്പോൾ പത്രോസ് യേശുവിനോട് പറഞ്ഞെന്നും, ഉടനെ യേശു ഒരു ചൂണ്ടലെടുത്ത് കടലിൽ കൊണ്ടുവന്ന് ഇട്ട് നോക്കുക, 4 ദ്രഹ്മ കിട്ടും, അതിൽ 2 എണ്ണം എന്താ നീ എടുക്ക്, ബാക്കി വരുന്നത് എൻ്റെയും കൂടെ ടാക്സ് അടയ്ക്ക്. ഇങ്ങനെ ഒരു അത്ഭുതത്തെക്കുറിച്ചാണ് പലരും കേട്ടിരിക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ പത്രോസിൻ്റെ ടാക്സിനെ കുറിച്ച് അവിടെ പറയുന്നില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. പകരം ഈ വേദഭാഗം നമ്മൾ വായിക്കുമ്പോൾ അവർ കഫർന്നഹൂമിൽ എത്തിയാറെ ദ്വിദ്രഹ്മപ്പണം വാങ്ങുന്നവർ പത്രോസിൻ്റെ അടുക്കൽ വന്നിട്ട്, നിങ്ങളുടെ ഗുരു ദ്രഹ്മപ്പണം കൊടുക്കുന്നില്ലയോ എന്ന് ചോദിച്ചു. കണ്ടോ, ചോദ്യം ആർക്ക് നേരെയാ? ശ്രദ്ധിച്ചേ, ചോദ്യം ആർക്ക് നേരെയാ? യേശുവിന് നേരെയാണ്. ഹലോ, പത്രോസിന് നേരെയല്ല ചോദ്യം, ചോദ്യം യേശുവിന് നേരെയാണ്. പക്ഷെ യേശുവിനോട് നേരിട്ട് ചോദിക്കാൻ പറ്റാത്ത കൊണ്ട് പത്രോസിനോട് ചോദിക്കുന്നതേ ഉള്ളൂ. ഹലോ, ഞാൻ നിങ്ങളോടൊരു സത്യം പറയാം നെൽസൺ ബ്രദറെ, നമ്മൾ നേരിടുന്ന പല ചോദ്യങ്ങളും യഥാർത്ഥത്തിൽ നമ്മളെ നോക്കിയുള്ളതല്ല. ഇവിടെ ഉണ്ടോ നിങ്ങൾ? പകരം നമ്മളോട് നേരെയുള്ള പല ചോദ്യങ്ങളും പലപ്പോഴും നമ്മുടെ അരുമനാഥനായ ദൈവത്തോടുള്ളതാണ്. സ്തോത്രം പറഞ്ഞ എല്ലാവരും. എന്ന് പറഞ്ഞാൽ ജോസഫച്ചായ, നമുക്ക് നേരെ വരുന്ന പലതും നമ്മളോട് പ്രശ്നം ഉണ്ടായിട്ടല്ല, പകരം നമ്മുടെ അകത്തുള്ള ദൈവികതയുടെ അന്തസ്സത്തെ അതിനു നേരെയുള്ള ചോദ്യമാണ്. ഒരു ദൂത് ഞാൻ അവിടെ പറഞ്ഞു തുടങ്ങാം. നീ പിടിച്ചിരിക്കുന്ന സത്യത്തിന് നേരെയുള്ള ചോദ്യം നിനക്ക് നേരെ വന്നാൽ അത് ഹാൻഡിൽ ചെയ്യാൻ ദൈവത്തിന് അതിൻ്റേതായ വഴികളുണ്ട്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആ വാ തുറന്ന് കർത്താവിനൊരു നന്ദി പറഞ്ഞുകൊണ്ടിരുന്നേ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഈ ഭാഗം പറഞ്ഞു തുടങ്ങുമ്പോൾ ചില ചോദ്യങ്ങൾ നിനക്ക് നേരെ വന്നത് പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. നിനക്ക് നേരെ ആ ചോദ്യമെങ്കിലും അത് ഡയറക്റ്റ് വന്നു കൊള്ളുന്നത് യേശുവിൻ്റെ നേരെ ആയതുകൊണ്ട് അതിന് യേശു ഉത്തരം കണ്ടെത്തും. ഉത്തരമില്ലാത്ത ചില ചോദ്യങ്ങൾക്ക് പരിശുദ്ധാത്മാവ് ഉത്തരം തരും. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ വായികളെ തുറന്നൊരാമേൻ പറയുക. ഇനി ഒരു ഭാഗം കൂടെ, ഈ ദ്രഹ്മപ്പണം കളക്ട് ചെയ്യുന്നവർ എന്ന് പറയുമ്പോൾ ഈ ദ്രഹ്മപ്പണം ഏതാണെന്നൊന്ന് മനസ്സിലാക്കണമല്ലോ. വായിക്കാം. പുറപ്പാട് പുസ്തകം 30-ാം അധ്യായം അതിൻ്റെ 13-14 വാക്യത്തിൽ ഇതെന്താണെന്ന് എഴുതിയിട്ടുണ്ട്. ഈ ദ്രഹ്മപ്പണം എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്ന് അറിയണ്ടേ? പുറപ്പാട് പുസ്തകം 30-ാം അധ്യായം അതിൻ്റെ 13-14 വാക്യങ്ങൾ വേഗത്തിൽ ഒന്ന് വായിച്ചു തന്നെ. എണ്ണപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്ന ഏവനും വിശുദ്ധ നിരത്തിലെ തൂക്കപ്രകാരം 1/2 ശേക്കൽ കൊടുക്കണം. ശേക്കൽ എന്നത് 20 ഗേര. ആ 1/2 ശേക്കൽ യഹോവയ്ക്ക് വഴിപാടായിരിക്കണം. കണ്ടോ? എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്യം പറഞ്ഞാൽ ദിസ് ഈസ് ടെമ്പിൾ ടാക്സ്. 20 വയസ്സിന് മുകളിലുള്ള ജനം ആലയത്തിൽ അടയ്ക്കേണ്ട നികുതിയാണിത്. എന്താണ്? ആലയത്തിൽ അടയ്ക്കേണ്ട നികുതി. ഒന്നുകൂടെ പറഞ്ഞാൽ 20 വയസ്സിന് മുകളിലുള്ള സകലരും എവിടെ അടയ്ക്കണം? 1/2 ശേക്കൽ, അതായത് 2 ദ്രഹ്മ. എവിടെ അടയ്ക്കണം? ആലയത്തിൽ അടയ്ക്കണം. ആരൊക്കെ അടയ്ക്കേണ്ടത്? 20 വയസ്സിന് മുകളിലുള്ള
എല്ലാ യഹൂദ പുരുഷന്മാരും. എന്നാൽ ഓൾ ജൂവിഷ് മെയിൽ ഏജ്ഡ് 20 ആൻഡ് ഓൾഡർ. അതിന് വ്യത്യാസമുണ്ട്. അത് കാശുള്ളവനാണേലും അടയ്ക്കണം, കാശില്ലാത്തവനാണേലും അടയ്ക്കണം. എന്ന് പറഞ്ഞാൽ കാശുള്ളവന് കൂടുതലും അടയ്ക്കാൻ പറ്റില്ല, കാശില്ലാത്തവന് കുറച്ചും അടയ്ക്കാൻ പറ്റത്തില്ല. അത് വീണ്ടെടുപ്പിന് വേണ്ടിയുള്ള ദ്രഹ്മയാണ്. അപ്പോൾ 1/2 ഷെക്കേൽ എന്ന് പറഞ്ഞാൽ 2 ദ്രഹ്മ. അപ്പോൾ ഇത് ആരടയ്ക്കണം? 20 വയസ്സിന് മുകളിലുള്ള എല്ലാ യഹൂദന്മാരും ആലയത്തിൽ അടയ്ക്കേണ്ട ടെമ്പിൾ ടാക്സ്. പ്രൈസ് ദി ലോർഡ്. ചിലരൊക്കെ ഇൻകം ടാക്സ് ആണെന്നൊക്കെ പറഞ്ഞാൽ ഇരിക്കുന്ന ഈ വിഷയം. ഇനി നമുക്ക് ആ ചിന്തകളിലേക്ക് വരാം. അപ്പോൾ ആലയത്തിൽ യേശു വരുന്നു, എന്നാൽ യേശു ഇത് അടയ്ക്കുന്നില്ല. ഉടനെ വാങ്ങിക്കുന്നവർ പത്രോസിനോട് ചോദിക്കുന്നു, നിന്റെ ഗുരു എന്തുകൊണ്ട് ഇത് അടയ്ക്കുന്നില്ല? ഈ ചോദ്യം അവൻ്റെ അകത്തേക്ക് കയറി. ഉടനെ ഇവൻ വിശ്വാസത്തെ പറഞ്ഞു, ഉവ്വ് എന്ന് പറഞ്ഞാൽ അടയ്ക്കുന്നുണ്ടെന്നർത്ഥം. അടയ്ക്കുന്നില്ലേ എന്ന് ചോദിച്ചു യേശു. പത്രോസ് പറഞ്ഞു അടയ്ക്കുന്നുണ്ട്. ശ്രദ്ധിക്കണേ, പത്രോസിൻ്റെ വിശ്വാസം. പത്രോസിനറിയാം തൻ്റെ ബോസ് ടാക്സ് വെട്ടിക്കുന്നവനല്ല. ഹലോ, ഇവിടെ ഉണ്ടോ നിങ്ങൾ? തൻ്റെ ബോസ് എന്തല്ല? ടാക്സ് വെട്ടിക്കുന്നവൻ അല്ല. ഉവ്വ് എന്ന് പറഞ്ഞിട്ട് പത്രോസ് നേരെ അങ്ങ് ചെന്നു. ഉടനെ അവൻ വീട്ടിൽ വന്നപ്പോൾ പത്രോസിൻ്റെ അടുക്കൽ യേശു വന്നിട്ട് പത്രോസ് യേശുവിനോട് പറയുന്നതിന് മുമ്പ് യേശു ചോദിക്കുകയാ, ശീമോനെ നിനക്കെന്തു തോന്നുന്നു? ഭൂമിയിലെ രാജാക്കന്മാർ ചുങ്കമോ കരമോ ആരോട് വാങ്ങുന്നു, പുത്രന്മാരോടോ അന്യരോടോ എന്ന്. ഒന്നാമത്തെ ചിന്ത ഞാൻ പറയുന്നു, പത്രോസേ, നീ ആവശ്യം യേശുവിനോട് പറയുന്നതിന് മുമ്പേ നിന്റെ ആവശ്യം നിനക്ക് പറയാൻ നിന്റെ ഹൃദയത്തിനകത്ത് വിങ്ങി നിന്നത് യേശു അറിഞ്ഞു. ഹല്ലേലൂയ. ജീസസ് നോസ് യുവർ നീഡ് ബിഫോർ യു എക്സ്പ്ലെയിൻ ഇറ്റ്. യേശുവിൻ്റെ നാമത്തിൽ. ബിഫോർ പീറ്റർ സ്പോക്ക് അബൌട്ട് ദ ടെമ്പിൾ ടാക്സ്, നികുതിയെക്കുറിച്ച് പത്രോസ് സംസാരിക്കുന്നതിന് മുമ്പ് ജീസസ് ഓൾറെഡി ന്യൂ ദ കോൺവെർസേഷൻ ദാറ്റ് ഹാഡ് ടേക്കൺ പ്ലേസ്. ഇന്ന് പകൽ എൻ്റെ ശബ്ദം കേൾക്കുന്ന ചിലതിനോട് പരിശുദ്ധാത്മാവ് പറയാം, ചില വാക്കുകൾ കേട്ട് ഹൃദയത്തിനകത്ത് എന്ത് ചെയ്യണമെന്നറിയാതെ ഭാരത്തോടെ ഈ ശബ്ദം കേൾക്കുന്ന ചിലതിനോട് പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. നീ പറയുന്നതിനു മുമ്പേ ഓ ജീസസ്, യേശു അതറിഞ്ഞു കഴിഞ്ഞു. വിശ്വസിക്കുന്ന രാമൻ പറഞ്ഞാട്ടെ. 115ഓളം കുടുംബങ്ങൾ എൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ ഞാൻ പരിശുദ്ധാത്മാവി പറയുന്നു, ചില വാക്കുകൾ നിന്റെ ഹൃദയത്തിനകത്ത് ഉരുവാക്കിയെടുത്ത ആഴമായ ചില ചോദ്യങ്ങളില്ലേ, ഇതെങ്ങനെ ഞാനൊന്ന് അവതരിപ്പിക്കും, ഇത് ഞാൻ എങ്ങനെ ഒന്ന് പറയും? യേശുവിൻ്റെ നാമത്തിൽ ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് വ്യക്തമായി പറയുന്നു, നിനക്കിതെങ്ങനെയൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യണമെന്നറിയാതിരിക്കുമ്പോൾ നിന്റെ നാഥൻ്റെ പ്രത്യേകത, നീ പറയുന്നതിനു മുമ്പേ അറിയുന്ന ഒരു നാഥനുണ്ട്. വിശ്വസിക്കുന്നവർ ആ കരമുയർത്തി ആമേൻ പറഞ്ഞാട്ടെ. ഞാൻ അവിടെ ഒരു വലിയ ചിന്ത പറയാം. ഗോഡ് ഹാസ് ദ ആൻസർ ബിഫോർ യു ഫിനിഷ് എക്സ്പ്ലെയിനിങ് ദ പ്രോബ്ലം. നിന്റെ പ്രശ്നങ്ങളെ നീ പറഞ്ഞു തീർക്കുന്നതിന് മുമ്പേ യേശുവിനൊരു മറുപടിയുണ്ട്. ഹല്ലേലൂയ. എത്ര പേർ ഇന്ന് പകലിൽ ആ ദൂതൻ ആമേൻ പറയും? എന്ത് കൂടപ്പിറപ്പേ, പരിശുദ്ധാത്മാവ് വ്യക്തമായി നിങ്ങളോട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. നിന്റെ പ്രശ്നങ്ങളെ നീ പറഞ്ഞു തീർക്കുന്നതിന് മുമ്പ് തന്നെ, നിന്റെ പ്രശ്നങ്ങളെ നീ അവനോട് അറിയിക്കുന്നതിന് മുമ്പ് തന്നെ അവൻ്റെ കരങ്ങളിൽ അതിനുള്ള മറുപടിയുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഇന്ന് പകൽ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നസ്രയനായ യേശുവിന് അധികാരമുള്ള നാമത്തിൽ വാക്കുകൾ നിമിത്തം മുറിവേറ്റ ചിലത്, ആമേൻ, സ്തോത്രം സ്തോത്രം സ്തോത്രം, മറുപടിയില്ലാത്ത പ്രതിസന്ധികളുമായി ബന്ധപ്പെട്ട് എന്തു ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന ചിലതിനെ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന ആഴമായ സൊല്യൂഷനുകൾക്കകത്തേക്ക് ഓടിക്കയറാൻ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? ഓ ജീസസ്. യേശുവിൻ നാമത്തിൽ എൻ്റെ ശബ്ദം കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ പരിശുദ്ധാത്മാവി പറയുന്നു, നീ ഹൃദയത്തിനകത്ത് കൊണ്ടു നടന്ന നിന്റെ ചില പ്രശ്നങ്ങളില്ലേ, ചോദ്യങ്ങളില്ലേ, തമ്പുരാൻ അതിനകത്തൊരു ഉത്തരം നിന്നോട് പറയാൻ തയ്യാറായിരിക്കുക. ഓ ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ
എപ്പോഴാണോ നീ വീട്ടിൽ വന്നത്, യേശു വീട്ടിലോട്ട് കയറുമ്പോഴേ പത്രോസിനോട് വന്ന് സംസാരിക്കുകയാണ്. നിന്റെ പ്രശ്നങ്ങൾ നീ അറിയുന്നതിന് മുമ്പ് അതിൻ്റെ സൊല്യൂഷനെ ക്രമീകരിച്ച് വെക്കുന്ന ഒരു ദൈവസാന്നിധ്യം ഉണ്ടെന്ന് പറയുമ്പോൾ ആ കരങ്ങളെ ഒന്ന് സ്വർഗത്തിലേക്ക് ഉയർത്തി. എൻ്റെ പ്രശ്നങ്ങളെ എന്നേക്കാൾ നല്ലതുപോലെ എൻ്റെ നാഥൻ അറിയുന്നു. അവിടുത്തെ പക്കൽ നിന്റെ മനസ്സിൽ പലതിനും ഒരു എക്സിറ്റ് പ്ലാൻ ഇല്ല. നിന്റെ മനസ്സിൽ പലതിനും ഒരു മറുപടി ഇല്ല. എന്താ ചെയ്യേണ്ടതെന്ന് നിനക്കറിയത്തില്ല. പക്ഷെ യേശുവിൻ്റെ കയ്യിൽ ഹി വിൽ മേക്ക് എ വേ വെയർ സീംസ് ടു ബി നോ അതർ വേ. മറ്റൊരു വഴിയും ഇല്ല എന്ന് തോന്നുന്നിടത്ത് സ്വർഗം നിനക്ക് ഒരു വഴി തുറക്കും. വിശ്വാസത്തോടെ ആമേൻ പറഞ്ഞാട്ടെ. സ്തോത്രം. രണ്ടാമത്തെ ചിന്ത, God's provision often comes through unexpected means. നിങ്ങളൊന്ന് ഓർത്ത് നോക്കിക്കേ, ഇവിടെ ബില്ല് പേ ചെയ്യാൻ ദ്രഹ്മ വേണം. യേശുക്രിസ്തുവിന് പത്രോസിൻ്റെ കൈക്കകത്ത് ഒരു കോയിൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ പത്രോസിനോട് യേശു പറഞ്ഞു, നീ പോയി കടലിൽ ചൂണ്ടയിടുക. ഹലോ എന്ന് പറഞ്ഞാൽ നിനക്ക് കുറെ ഫെമിലിയറായ മെത്തേഡ്സ് ഉണ്ടല്ലോ. ഡോണ്ട് ലിമിറ്റ് ഗോഡ് ടു യുവർ ഫെമിലിയർ മെത്തേഡ്സ്. ഒന്നുകൂടെ പറഞ്ഞാൽ, ഹിസ് പ്രൊവിഷൻ മേ കം ഫ്രം എ പ്ലേസ് വേർ യു ലീസ്റ്റ് എക്സ്പെക്ട്. നിനക്കൊരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റാത്ത ഒരു സ്ഥലത്തായിരിക്കും ദൈവത്തിൻ്റെ വഴി തുറക്കുന്നത്. സഹോദരങ്ങളെ, 4 ദ്രഹ്മ ആവശ്യമുണ്ടെങ്കിൽ ആരെങ്കിലും മീൻ്റെ വാ തുറന്നു നോക്കുമോ? ജെസ്സി സിസ്റ്ററെ തുറന്നു നോക്കുമോ? നിങ്ങൾ പറ, തുറന്നു നോക്കൂ. ആരെങ്കിലും അത് എക്സ്പെക്ട് ചെയ്യുന്നുണ്ടോ? ജീസസ്. പിന്നെ നമുക്ക് ഇച്ചിരൂടെ താല്പര്യം സിസ്റ്റർ നടന്നു പോകുമ്പോൾ തറ വല്ലതും കിടപ്പുണ്ടോ നോക്കുന്നതല്ലേ. ഹലോ, അതേസമയം വി ആർ എക്സ്പെക്ടിങ് ഇറ്റ് ഇൻ അവർ വാലറ്റ്. നമ്മുടെ പേഴ്സിനകത്തല്ലേ നമ്മളത് എക്സ്പെക്ട് ചെയ്യുന്നേ. നിങ്ങൾ അറിയുന്നുണ്ടോ, ഇന്ന് വരെ ഒരു മനുഷ്യനും മീനെ പിടിച്ച് വാ തുറന്ന് നോക്കിയിട്ടില്ല. പക്ഷെ കർത്താവിൻ്റെ വഴി നമുക്ക് പരിചയമില്ലാത്ത വഴികളിലായിരുന്നു. ഇന്ന് പകൽ ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നുണ്ട്, ഒരിക്കലും നീ പ്രതീക്ഷിക്കാത്ത ചില തലങ്ങൾക്കകത്ത് സ്വർഗം നിനക്ക് വേണ്ടിയുള്ള വഴിയെ തുറന്നു വെക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. ഇനി അവിടെ ഇല്ല എന്ന് നാം കരുതുന്നിടത്ത്, നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തിടത്ത് സ്വർഗത്തിൻ്റെ ഒരു വഴി തുറന്നു വരുന്നത് കാണാൻ, കർത്താവെ, ഒരു വഴി തുറക്കാൻ ആഗ്രഹത്തോടെ പ്രതീക്ഷയോടിരിക്കുന്ന ഒത്തിരി പേരെൻ്റെ മുമ്പിലുണ്ട്. ഞാൻ നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ ആത്മാവിൽ പ്രാർത്ഥിച്ച് ആ ദൂതിനെ കൈമാറുന്നു. ഇവർ എക്സ്പെക്റ്റ് ചെയ്യാത്തിടത്ത് വഴികൾ തുറന്നു വരട്ടെ. ഇവർ എക്സ്പെക്റ്റ് ചെയ്യാത്തിടത്ത് ചില വഴികൾ തുറന്നു വരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ ഒരുമിച്ച് രാമേൻ പറഞ്ഞേ. ഇരിക്കുന്ന ഇരിപ്പിൽ നിങ്ങൾ ആ സന്ദേശത്തെ സ്വീകരിക്കുക. യേശുവിൻ്റെ വഴി നീ പ്രതീക്ഷിക്കുന്നിടത്തല്ല, നിന്റെ ചിന്തകൾക്കനുസരിച്ചല്ല യേശു പ്രവർത്തിക്കുന്നത്. പകരം നീ പ്രതീക്ഷിക്കാത്തിടത്ത് യേശുവിന് പ്രവർത്തിക്കാൻ കഴിയും. നിന്റെ ചിന്തകളില്ലാത്തിടത്ത്, ഓ ജീസസ്, ഓ ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ
യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. കർത്താവേ, ഇന്നത്തെ പകലിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പ്രതീക്ഷിക്കാത്ത ചില സ്ഥലങ്ങൾക്കകത്ത് നിന്ന് തുറന്നു വരാൻ പോകുന്ന ദൈവീക വഴികൾക്കായി സ്തോത്രം. അതങ്ങനെ സംഭവിക്കട്ടെ ഇപ്പോൾ, അതങ്ങനെ സംഭവിക്കട്ടെ ഇപ്പോൾ. പ്രതീക്ഷിക്കാത്ത ചിലത് മുമ്പോട്ട് വരട്ടെ, പ്രതീക്ഷിക്കാത്തിടത്തുനിന്ന് ചിലത് മുമ്പോട്ട് വരട്ടെ, യേശുവിൻ നാമത്തിൽ. സോ രണ്ടാമത്തെ ചിന്ത, ഗോഡ്സ് പ്രൊവിഷൻ ഓഫ്റ്റൻ കംസ് ത്രൂ അൺഎക്സ്പെക്റ്റഡ് മീൻസ്. മൂന്നാമത്തെ ചിന്ത, നിങ്ങൾ ഓർത്ത് നോക്കിയേ, മടിയുള്ളവന് നടക്കാത്തൊരു കാര്യം യേശു പറഞ്ഞു. എന്താണെന്നറിയാമോ? യേശു പറഞ്ഞു, പത്രോസേ നീ പോ, എന്നിട്ട് ചൂണ്ടലിടണം. പത്രോസ് എഴുന്നേക്കണം, കടലിലേക്ക് പോകണം, ചൂണ്ടലിടണം, ആദ്യം കിട്ടുന്ന മീനെ എന്ത് ചെയ്യണം? പിടിക്കണം. എന്നിട്ട് അതിൻ്റെ വാ എന്ത് ചെയ്യണം? തുറന്നു നോക്കണം. ഇത്രയും ചെയ്താലേ ആ മിറക്കിൾ കാണാൻ പറ്റൂ. ഹലോ, ഞാൻ പറയാൻ മനസ്സിലാകുന്നുണ്ടോ? കുഞ്ഞോളാൻറ്റി ഒത്തിരി നാളിന് ശേഷം കാണുന്നു. സ്വതന്ത്രം രജേ, ഇത്രയും കാര്യം ചെയ്തെങ്കിലേ മിറക്കിൾ കാണാൻ പറ്റൂ. വേർപ്പിൻ്റെ അസുഖമുള്ള പത്രോസാരനെ പറഞ്ഞാൽ എനിക്ക് മിറക്കിൾ കാണണ്ട. ഫ്രീസലോ, സത്യമല്ലേ? എഴുന്നേക്കണം, കടലിലോട്ട് പോകണം, ചൂണ്ടൽ കൊളുത്തണം. ഇനി ഈ ഒബീഡിയൻസ് ഓൾവേസ് അൺലോക്സ് ഹിഡൻ പ്രൊവിഷൻസ്. അനുസരണം അസാധാരണ നന്മകൾക്ക് വേണ്ടിയുള്ള വഴികളെ തുറക്കും. ചേർന്ന ആമേൻ പറഞ്ഞേ. ഞാൻ നിങ്ങോട്ടൊരു കാര്യം പറയട്ടെ, നിങ്ങൾ നോർത്ത് നോക്കിയേ. ഈ പുള്ളി വലയിട്ട് മീൻ പിടിച്ചുകൊണ്ടിരുന്നവനാ. തമ്പുരാൻ പറഞ്ഞതിൻ്റെ പേര് വല ചുരുട്ടി വെച്ചേക്കുക. ആ തമ്പുരാൻ തന്നെ ഇപ്പോൾ ചൂണ്ടയിട്ട് മീൻ പിടിക്കാൻ പറഞ്ഞാൽ നമ്മളായിരുന്നെങ്കിൽ, അനുവായിരുന്ന എന്നാ പറഞ്ഞേനെ കർത്താവിനോട്? ഒന്ന് ഓർത്ത് നോക്കി. ഓസപ്പച്ച, നമ്മൾ വിടുവോ കർത്താവിനെ? മര്യാദയ്ക്ക് വലയിട്ട് പിടിച്ചുകൊണ്ടിരുന്നത്. തമ്പുരാൻ പറഞ്ഞു എന്ത് ചെയ്യാൻ? ഇനി തിരിച്ച് ചൂണ്ടയിട്ടോണ്ടിരുന്നവനോട് വലയിടാൻ പറഞ്ഞാൽ നമുക്ക് സന്തോഷമല്ലേ? സത്യം നെൽസൺ വേറെ ചൂണ്ടയിട്ടോണ്ടിരുന്നതാ, ഓരോ മീനെ പിടിച്ചോണ്ടിരുന്നതാ. ഇപ്പൊ കൂട്ടമായിട്ട് പിടിക്കാനൊരു വല എന്ന് പറഞ്ഞാൽ കവിഞ്ഞൊഴിയുന്നൊരു അനുഗ്രഹം. അതാണ് കേൾക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട്, ഒരു ആമേനൊക്കെ പറയാം. ഇത് വല ഇട്ടുകൊണ്ടിരുന്നവനെ പിടിച്ച് മാറ്റി നിർത്തിയിട്ട് ഇപ്പം പറയാം ചൂണ്ടയിടാൻ. ഈ ചോദിക്കാനാണെങ്കിൽ ആയിരക്കണക്കിന് ചോദ്യങ്ങൾ കാണും. പക്ഷെ ദൈവത്തിന് അറിയേണ്ടത് നിനക്ക് അനുസരിക്കാൻ മനസ്സുണ്ടോന്നാ. യേശുവിൻ്റെ നാമത്തിൽ. നയമാനോട് പോയി കലക്കവെള്ളത്തിൽ മുങ്ങാൻ പറഞ്ഞപ്പോ, എടാ എത്ര നല്ല വെള്ളം ഞങ്ങളുടെ നാട്ടിലുണ്ട്. പക്ഷെ കർത്താവിനെ അറിയേണ്ടത് മുങ്ങാൻ പറഞ്ഞാൽ നീ മുങ്ങുവെന്നാ. ഹലോ, യേശുവിൻ്റെ നാമത്തിൽ. അങ്ങനെ ചെയ്താലേ നടക്കുവോ, ഇങ്ങനെ ചെയ്താലേ ഒക്കത്തുള്ളോ, നിന്റെ പിടിവാശി നീ വിട്ട് എന്ന് നീ തീരുമാനമെടുക്കുന്നോ, അന്നേ ചില വഴികൾ തുറന്നു വരൂ. യേശുവിൻ്റെ നാമത്തിൽ. ചില തീരുമാനങ്ങൾ ഇന്ന് പകലെടുക്കണം. അനുസരണത്തിൻ്റെ മേഖലകൾക്കൊക്കെ എവിടെങ്കിലുമൊക്കെ നമ്മൾ കൈവിടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ആ അനുസരണത്തിനകത്തേക്കൊന്ന് ഓടി വരാൻ ഒരു കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ചോദ്യം ചെയ്യപ്പെടലുകളുടെ സീസണിനകത്ത് നിന്ന് അനുസരണത്തിനകത്ത് ദൈവത്തിന് കീഴ്പ്പെടുന്നൊരു മേഖലയ്ക്കകത്തേക്ക് കയറി വരാൻ നമുക്ക് കഴിഞ്ഞാൽ യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ ഉപദേശങ്ങൾക്കകത്തേക്ക് കയറി വരണം. സ്നാനജലത്തിലേക്ക് ഇറങ്ങണം. അഭിഷേകത്തിൻ്റെ ശക്തി പ്രാപിക്കണം. വിശുദ്ധിയിലും വേർപാടിലും ജീവിക്കണം. ഇതിനൊക്കെ നീ പ്രാധാന്യം കൊടുക്കണം. അത്ഭുതത്തിനും അടയാളത്തിനും ദൂതിനും വേണ്ടി മാത്രം സൂമിക്കേറല്ലേ. ഹലോ, പ്രൈസ് ദി ലോർഡ്. അനുസരിക്കുന്നവൻ അത്ഭുതങ്ങളെ കാണും. ചേർന്ന് പറ, അനുസരിക്കുന്നവൻ അത്ഭുതങ്ങളെ കാണും. അപ്പോൾ അവൻ പോയി ചൂണ്ടയിട്ടു. ഒന്നും ചോദിച്ചു, ചൂണ്ടയിട്ടു. ഇനി വേറെ കാര്യം കൊണ്ട് ഇവൻ്റെ ചൂണ്ട ഉണ്ടല്ലോ, സ്തോത്രം. അവൻ പോയി ചൂണ്ടയിട്ടു. ഞാൻ എപ്പോഴും ഓർക്കുന്ന മീൻ്റെ അവസ്ഥയാണ്. മീൻ്റെ അവസ്ഥ സത്യം പറഞ്ഞാൽ ടാക്സ് അടയ്ക്കാൻ വേണ്ടി
പത്രോസ് ഫാസ്റ്റിംഗ്. പത്രോസിന് ഈ കാശ് കൊടുക്കാൻ വേണ്ടി മീൻ ഫാസ്റ്റിംഗ്. സാധനച്ചായ മീൻ വല്ലതും തിന്നാൻ പറ്റുമോ? ഈ 4 ദ്രഹ്മയും കടിച്ചു പിടിച്ച് ഈ മീൻ നടക്കുക. ഞങ്ങൾ ഈ ബാങ്കിൽ വർക്ക് ചെയ്യുന്ന സമയത്തെ എപ്പോഴും ഓർക്കുന്നൊരു ചിന്തയാ, കുത്തിയിരുന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് പോകും, കർത്താവേ ആരെങ്കിലും ലോൺ എടുക്കണേ, എങ്ങനെയെങ്കിലും ഒരു ലോൺ കൊടുക്കണേ. അപ്പോൾ ഈ ലോൺ എടുക്കാൻ വരുന്ന ആൾ അവർ ഉപവാസം ഇട്ടാണ് വരുന്നത്, കർത്താവേ ആ ഓഫീസറുടെ മനസ്സിനോട് ഇടപെടണേ, ഞങ്ങൾക്ക് ലോൺ കിട്ടണേ, ഇവനെങ്കിലും ലോൺ എടുക്കണേ നമ്മൾ പ്രാർത്ഥിക്കുക. അവൻ പ്രാർത്ഥിച്ചു ലോൺ എങ്ങനെയെങ്കിലും തരണേ, അല്ലേ? സത്യം പറഞ്ഞാൽ പത്രോസെ തമ്പുരാൻ പറയുന്നതനുസരിച്ച് ചൂണ്ടയൊന്ന് ഇട്ട് നോക്കി. ഇനിയും എൻ്റെ മനസ്സിലൊന്ന് ചിന്ത ഞാൻ പറയാം. സമയം പോന്നു, അടുത്ത 3-4 മിനിറ്റ് നിർത്തും. ഒരു ചിന്തയും കൂടെ പറയാനുമുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ ഓർത്തേനെ, വല പിടിച്ച് മാറ്റിക്കളഞ്ഞപ്പോൾ യേശു പറഞ്ഞത്, ഇനി ഞാൻ നിന്നെ കൊണ്ട് മനുഷ്യരെ പിടിപ്പിക്കാമെന്നല്ലേ? അല്ലയോ സാധനച്ചായ, അങ്ങനല്ലേ പറഞ്ഞേ? ഇനി നിന്നെ കൊണ്ട് ആ മനുഷ്യരെ പിടിക്കാമെന്ന് പറഞ്ഞ് ഇറക്കിയിട്ട് ഇപ്പോൾ വീണ്ടും മീൻ പിടിക്കാൻ പോകാൻ പറഞ്ഞാൽ നമ്മുടെ മനസ്സിനകത്തൊരു അപകർഷാബോധം ഉണ്ടാകത്തില്ലേ? ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ടാകുമല്ലോ? നിങ്ങൾ പറ. എന്നാലും കർത്താവ് എന്നോടത് ചെയ്യണമായിരുന്നോ? ചോദിക്കത്തില്ലേ? ഓ ജീസസ്. ഈ ചില സമയത്ത് കർത്താവിൻ്റെ പ്ലാനിനകത്ത് ചോദ്യങ്ങളൊന്നുമില്ലാതെ അനുസരണത്തോടൊന്ന് കയറി നിന്നേക്കണം. മീനെ പിടിക്കാൻ പറഞ്ഞാൽ മീനെ പിടിക്കാനും, മനുഷ്യനെ പിടിക്കാൻ പറഞ്ഞാൽ മനുഷ്യനെ പിടിക്കാനും, ചോദ്യം ചെയ്യാതെ ഒന്ന് കയറി ഒന്ന് നോക്കിക്കേ. അവിടെ ചില വഴികൾ തുറന്നു വരും, അവിടെ ചില അനുഗ്രഹങ്ങൾ കാണും. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽ ഞാൻ ആ ശബ്ദം നിങ്ങളോട് കൈമാറുമ്പോൾ അനുസരണത്തിനകത്തേക്കൊന്ന് കയറി വരാൻ സ്വർഗം നമുക്ക് അവസരങ്ങളെ തരട്ടെ. ഹലോ, കർത്താവ് ആവശ്യപ്പെട്ട പലതും എന്തൊക്കെയോ പെൻഡിങ് കിടപ്പില്ലേ? തമ്പുരാൻ പറഞ്ഞ പല കാര്യങ്ങളും അനുസരിക്കാതെ നമ്മൾ പോയിട്ടില്ലേ? നമ്മൾ നമ്മുടെ കംഫർട്ടബിളിനകത്ത് ദൈവശബ്ദം പലതും കേൾക്കാതെ പോയിട്ടില്ലേ? ഇന്നൊരു തീരുമാനം എടുക്കണേ. ആ തീരുമാനം ഇതായിരിക്കണം, കർത്താവ് എന്തു പറഞ്ഞാലും അതനുസരണത്തോടെ ചെയ്യാൻ എനിക്ക് കൃപ തരണം. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. Many miracles remain unseen because obedience stops before the final step. അവസാന സ്റ്റെപ്പിന് മുമ്പ് നമ്മൾ അനുസരണം കൈവിട്ട് കളയുന്നത് കൊണ്ടാണ് പല അനുഗ്രഹങ്ങളും നമുക്ക് കാണാൻ കഴിയാത്തത്. അവസാന ചിന്ത നിങ്ങളോട് പറയുന്നു, God provided exactly what is needed. അല്ലേ? അത് ഇച്ചിരി പ്രയാസമാണോ എന്ന് എനിക്കൊരു സംശയം ഇല്ലാതില്ല. ഞാൻ എന്തായാലും അവിടം വരെ പോയി ചൂണ്ടയിട്ടതല്ലേ? എനിക്കും 2, നിനക്കും 2, 4 എണ്ണം റൗണ്ടാക്കി 5 കർത്താവ് കൊടുത്തില്ല. ആളിപ്പോൾ കുറയുമെന്ന് എനിക്കറിയത്തില്ല. അതേ ഒരാളിപ്പോൾ എക്സിറ്റായി. സ്വതന്ത്രം. നമ്മളാണെ റൗണ്ട് ചെയ്തങ്ങ് 5 ആക്കിയേനെ. 4 പറഞ്ഞാൽ 4, 2 നിനക്കും 2 കർത്താവിനും, യേശുവിൻ്റെ നാമത്തിൽ. അതിൻ്റെ അർത്ഥം എന്തെന്നറിയാമോ? ഗോഡ്സ് പ്രൊവിഷൻ ഈസ് നോട്ട് ആക്സിഡൻ്റൽ. ഈ 5 ദ്രഹ്മയുടെ അവിടെ ഈ എന്താ പറഞ്ഞേ, 1/2 ശെക്കേലും 1 ശെക്കേലും ആ കണക്ക്. ഈ 2 ശെക്കേൽ കടിച്ചു പിടിച്ചായിരുന്നെങ്കിൽ ഏതെങ്കിലും വെളിവില്ലാത്തവൻ പറഞ്ഞേനെ, അതിലെ ബോട്ടേ പോയ ആരുടെയോ പോക്കറ്റിൽ നിന്ന് താഴെ പോയ പൈസ ഈ മീൻ കടിച്ചു പിടിച്ചതാണ്. അത് പറയാതിരിക്കാൻ നിന്റെ ബില്ലിൻ്റെ എമൗണ്ട് കൃത്യമായിട്ട് കർത്താവ് അതിൻ്റെ വായി കൊടുത്തു. ഇവിടെ ഉണ്ടോ നിങ്ങൾ? നിന്റെ ബില്ല് ഏതാണോ ആ ബില്ലിൻ്റെ കറക്റ്റ് എമൗണ്ട്. ഗോഡ്സ് പ്രൊവിഷൻ ഈസ് നോട്ട് ആക്സിഡൻ്റൽ, ഇറ്റ് ഈസ് പ്രിസൈസ്. ഹി സപ്ലൈസ് അക്കോർഡിംഗ് ടു ഹിസ് വിസ്ഡം, നോട്ട് മിയർലി ആസ് പെർ അവർ വിഷസ്. നിന്റെ ആഗ്രഹം അനുസരിച്ചല്ല കർത്താവ് തരുന്നത്, കർത്താവിൻ്റെ പദ്ധതി അനുസരിച്ചാണ്. നീ പലപ്പോഴും ചോദിച്ചിട്ടില്ലേ, കർത്താവേ കുറച്ചുകൂടെ തന്നായിരുന്നെങ്കിൽ,
അടുത്ത പ്രാവശ്യത്തെ ടാക്സും അടയ്ക്കാനുള്ളത് തന്നായിരുന്നെങ്കിൽ നോ 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 ഉണ്ടല്ലേ, അന്നന്ന് ഞങ്ങൾക്കുള്ളതെല്ലാം തന്നു പോറ്റുന്ന. പാടണമെന്ന് ആഗ്രഹമുണ്ട്, ഞാൻ പാടിയാൽ ശരിയാകാത്തതുകൊണ്ടാണ് പാടാത്തത്. ഒരു ഹല്ലേലൂയ പറയാൻ പറ്റുന്നുണ്ട്. ഒരു ദൂത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. The God who owns the sea knows exactly which fish carries your provision. കടലിൻ്റെ ഉടമസ്ഥൻ അറിയാം നിനക്ക് വെളിപ്പെടേണ്ട നന്മ കൊണ്ടു നടക്കുന്ന മീൻ ഏതാണെന്ന്. ചേർന്ന് പറഞ്ഞേ, കടലിൻ്റെ ഉടമസ്ഥൻ അറിയാം നിന്റെ ചൂണ്ടയിൽ കൊരുക്കേണ്ട മീൻ ഏതാണെന്ന്. ഓ, ഇതിനകത്തെ ഏറ്റവും വലിയ അത്ഭുതം എന്തെന്നറിയാമോ? എത്രയോ പേര് നിന്ന് വീശുന്നത്, എത്രയോ പേര് നിന്ന് ചൂണ്ടയിടുന്ന ഒരു സ്ഥലമാണ്. പക്ഷേ പത്രോസേ, നീ ദൈവശബ്ദം കേട്ട് ചൂണ്ടയിട്ടിട്ടുണ്ടെങ്കിൽ നിന്റെ ചൂണ്ടയ്ക്കകത്തല്ലാതെ മറ്റൊരു ചൂണ്ടയ്ക്കകത്തും കൊളുത്താൻ ആ മീൻ അനുവാദമില്ല. 2, വേറെ എത്ര വലിയ വലയുണ്ടെങ്കിലും ആ വലയ്ക്കകത്ത് കയറാനും ഈ മീൻ അനുവാദമില്ല. ഒന്നുകൂടെ പറഞ്ഞാൽ, അതിനെ കടലിൻ്റെ ഉടമസ്ഥൻ അനുവദിക്കില്ല. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. കാരണം നിന്റെ ഈ ബില്ല് സ്വർഗം അടയ്ക്കാനുള്ളതാണ്. കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞാൻ ഈ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ഞായറാഴ്ചയുടെ പകൽ ഈ ദൂത് കേട്ട് ജനം അതെ അടുത്ത തലത്തിലേക്ക് സഞ്ചരിക്കുമ്പോൾ നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു, our provision is already prepared. God will pay our bill. This will be a miracle of divine provisions. കർത്താവേ, ഞങ്ങളുടെ വിശ്വാസം ഞങ്ങളുടെ പ്രവൃത്തിയായി മാറുമ്പോൾ ആ അനുസരണത്തിനകത്ത് വെളിപ്പെടുന്ന ചില ദൈവിക സ്രോതസ്സുകളുണ്ടല്ലോ, അത് കാണാൻ കർത്താവ് കൃപ തരണമേ. Your miracle may be in the water. Lord, you never runs out of ways to provide. അവിടത്തേക്ക് വഴിയില്ലാതെ പോകില്ല. എല്ലാത്തിനും അങ്ങേക്ക് വഴിയുണ്ടല്ലോ. അതോർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങളുടെ ഒരു ദിവസത്തെ ഞാൻ ഈ ജനത്തിൻ്റെ മേൽ കൈമാറുന്നു. അങ്ങനെ ചെയ്തിരിക്കയാൽ സ്തോത്രം. അത് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് നമ്മളെ